എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം. താനോ മരുഭൂമിയിൽ ഒരു ദിവസം വഴിയുന്നു, ഒരു ചൂരച്ചിലയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗവും അഥവാ ഉദ്ദേശവും ഏലിയാവിന്റെ ആഗ്രഹവുമാണ് ഇവിടെ നാം പഠിക്കുന്നത്. തിസ്ബിയിൽ നിന്നുള്ള ഏലിയാവ് രംഗപ്രവേശനം ചെയ്തു. വേറെ ചരിത്രമൊന്നും ഏലിയാവിനെ കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നില്ല. ആഹാബിന്റെ ഭരണം നടക്കുന്ന ഇസ്രായേലിൽ അശേര പ്രതിഷ്ഠകളെ ആരാധിച്ചും ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചും ബാലിന്റെ പ്രവാചകന്മാരെ പോഷിപ്പിച്ച് വളർത്തിയെടുത്തു വരികയായിരുന്നു ആഹാബ്. ഇങ്ങനെ ദേശം വിഗ്രഹ സേവ കൊണ്ട് നിറഞ്ഞു. ബാൽ വിഗ്രഹങ്ങളെ കൊണ്ട് ദേശം നിറഞ്ഞു വരവേ ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്താൽ നിയോഗം പ്രാപിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ്. ഏലിയാവിന്റെ വരവോടുകൂടി പല സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഒന്ന്, തന്റെ പ്രാർത്ഥനയാൽ 3.5 വർഷം ദേശത്ത് മഴ പെയ്യാതെ ആകാശത്തെ അടച്ചു. വീണ്ടും തന്റെ പ്രാർത്ഥനയാൽ ദേശത്ത് മഴ പെയ്തു. ഇതിനിടയിൽ കർമ്മേലിൽ വെച്ച് ജീവനുള്ള ദൈവം ആരാണെന്നും സത്യദൈവം ആരാണെന്നും വെളിപ്പെടുത്തുവാൻ ഒരു വലിയ യാഗം ക്രമീകരിച്ചു. ഈ യാഗത്തിന് ശേഷം ബാലിന്റെ പ്രവാചകന്മാരെ പലരെയും ഏലിയാവ് കൊന്നു. ഈ വിവരം ഇസബേൽ അറിഞ്ഞു. ഇസബേൽ ഈ വിവരം അറിഞ്ഞ ശേഷം ഉടൻ തന്നെ ഏലിയാവിനെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. ഒരു ദൂതനെ ഏലിയാവിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഏലിയാവോട് പറഞ്ഞു, നാളെ ഈ നേരത്ത് അവരിൽ ഒരുവനെ പോലെ നീയുമാകും, അല്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കട്ടെ എന്ന് ഇസബേൽ പറയുന്നു. ഇത് കേട്ടു ഏലിയാവ് വല്ലാതെ നിരാശയും ഭാരവും ഒക്കെയായിട്ട് മരുഭൂമിയിൽ സഞ്ചരിച്ചു പോയി ഒരു ചൂരച്ചിലയുടെ തണലിൽ കിടന്ന് മരിക്കാൻ ഇച്ഛിച്ചു. എന്നാൽ മരിക്കാൻ ഇച്ഛിച്ചാണ് കിടന്നതെങ്കിലും നന്നായി ഉറങ്ങി. ഈ ഉറക്കത്തിൽ ഒരു ദൂതൻ ആദ്യം വന്ന് തട്ടി തനിക്ക് ഭക്ഷണം കൊടുക്കുന്നു. വീണ്ടും ഏലിയാവ് കിടന്നുറങ്ങുന്നു. വീണ്ടും ഒരു ദൂതൻ തനിക്ക് ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം ഏലിയാവിനെ കുറിച്ചുള്ളത് ഏലിയാവിന് വളരെ ദൂരയാത്ര ചെയ്യുവാനുണ്ട്. പലയിടങ്ങളിൽ ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ചിലരെയൊക്കെ അഭിഷേകം ചെയ്യാനായിട്ടുണ്ട്. തന്നെയല്ല, തന്റെ മേലുള്ള അഭിഷേകം അത് ഏലീശായ്ക്ക് നൽകണം. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ഏലിയാവിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ ഏലിയാവിന്റെ ആഗ്രഹം ഇപ്പോൾ മതി. ഇന്ന് നാം കാണുന്ന, നമ്മുടെ ചുറ്റും കാണുന്ന സാഹചര്യങ്ങളെ നോക്കി നമ്മൾ എന്ത് ചെയ്യരുത്? അതിർത്തി നിർണയിക്കരുത്. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും വേദന ഉളവാക്കുന്ന വിഷയങ്ങൾ, ഭാരങ്ങൾ ഉളവാക്കുന്ന വിഷയങ്ങൾ, മുൻപോട്ട് കരകയറാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം ഇനിയും മുൻപോട്ട് യാത്ര ചെയ്യാനുണ്ട്. നാം നമ്മുടെ ശുശ്രൂഷ, നമ്മെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഉള്ളതല്ല. ദൈവം പറയുവോളം അത് ചെയ്യുവാനുള്ളതാണ്. ആ കാര്യം വ്യക്തമായി നാം മനസ്സിലാക്കി. ഇവിടെ ഏലിയാവ് ആഗ്രഹിച്ചതും ദൈവം കൽപ്പിച്ചതും ഇത് രണ്ടും നാം വ്യക്തമായി മനസ്സിലാക്കണം. ഏലിയാവിന്റെ താൽക്കാലികമായ
ചില കാര്യങ്ങൾ കണ്ട് ഉള്ള ആഗ്രഹമല്ല ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് കരുതിയിരിക്കുന്നത്. അതിനായി നമുക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി സ്തോത്രം. ഭയം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിചാരങ്ങളല്ല, ഞങ്ങളുടെ ദൈവത്തിന്റെ വിചാരങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.